റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താൻ ഇന്ത്യ സമ്മതിച്ചുവെന്ന അമേരിക്കയുടെ അവകാശവാദങ്ങൾ തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യയുടെ ഊർജ ഇറക്കുമതി തീരുമാനങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കല്ല, മറിച്ച് ലഭ്യത, ചിലവ്, റിസ്ക് എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സ്വതന്ത്രമായി ആലോചിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആഗോള എണ്ണ വിപണി സങ്കീർണവും ചലനാത്മകവുമാണ്. ലഭ്യത, ചെലവ്, അപകട സാധ്യതകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് എണ്ണ കമ്പനികൾ തീരുമാനമെടുക്കുന്നത്. അവരുടെ താൽപര്യങ്ങൾക്ക് യോജിക്കുന്ന തീരുമാനങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ടെന്നും ജയശങ്കർ വ്യക്തമാക്കി. യുഎസുമായുള്ള വ്യാപാര ധാരണ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ ബാധിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതേ കോൺഫറൻസിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നെയായിരുന്നു റൂബിയോയുടെ പ്രസ്താവന. നിലവിലെ സാഹചര്യത്തിൽ UN രക്ഷാസമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതകളുണ്ടെന്ന് ജയശങ്കർ പറഞ്ഞു. സമകാലിക ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ UN പരാജയപ്പെടുന്നു. കോവിഡ് മുതൽ യുക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും സംഘർഷങ്ങൾ വരെ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായ ആഗോള പ്രതിസന്ധികൾ നിലവിലെ അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ പരിമിതികൾ തുറന്നു കാട്ടിയെന്നും ജയശങ്കർ വ്യക്തമാക്കി. യുക്രൈൻ, ഫ്രാൻസ്, കാനഡ, ജപ്പാൻ, റൊമേനിയ, ജർമ്മനി എന്നിവയുടെ വിദേശകാര്യ മന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. G4 കൂട്ടായ്മയുടെ മന്ത്രിതല യോഗത്തിലും ജയശങ്കർ പങ്കെടുത്തു. അതേസമയം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയെന്നും US. വ്യാപാര കരാർ ചർച്ചകളിൽ ഇക്കാര്യത്തിൽ ധാരണയായെന്നുമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. യുക്രൈൻ വിഷയത്തിൽ റഷ്യയ്ക്ക് മേലുള്ള ഉപരോധം വിശദീകരിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇന്ത്യ US വ്യാപാര കരാർ പ്രഖ്യാപിക്കുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ രാജ്യത്ത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങില്ലെന്ന് ഉറപ്പ് നൽകിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഇക്കാര്യം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി പതിയെ കുറയുകയാണെന്ന് കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ പ്രതിദിനം 20.9 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത്. ഇക്കൊല്ലം ജനുവരിയിൽ ഇത് 11.6 ലക്ഷം ബാരലായി കുറഞ്ഞു. 3 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. 2022 യുക്രൈൻ അധിനിവേശം തുടങ്ങിയതോടെയാണ് റഷ്യയ്ക്ക് മേൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. പൊതുവിപണിയിൽ ക്രൂഡ് ഓയിൽ വിൽക്കാൻ കഴിയാതെ വന്നതോടെ 50% വരെ ഡിസ്കൗണ്ടിൽ എണ്ണ നൽകാമെന്ന് റഷ്യ ഇന്ത്യക്ക് മുന്നിൽ ഓഫർ വെച്ചു. ഇതോടെ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിച്ചു. എന്നാൽ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ ഇന്ത്യ സഹായിക്കുകയാണെന്നാണ് US ആരോപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള US തീരുവ 50% നിന്ന് 18% കുറച്ചതായി ഇരുപക്ഷവും പ്രഖ്യാപിച്ചിരുന്നു. റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ ട്രംപ് ഏർപ്പെടുത്തിയ 25% അധിക തീരുവയും പിൻവലിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ ഇന്ത്യ ന്യായീകരിച്ചിരുന്നു. അതേസമയം ഇന്ത്യയെയും മറ്റു പ്രധാന അമേരിക്കൻ പങ്കാളികളെയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്നും സമ്മർദ്ദത്താൽ വിലക്കുകയാണ് അമേരിക്കയെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ആരോപിച്ചു. ബ്രിക്സിനുള്ളിലുൾപ്പെടെ മോസ്കോയുടെ ആഗോള പങ്കാളിത്തത്തെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങൾ, താരിഫുകൾ, നിയന്ത്രണങ്ങൾ എന്നിവയിലൂടെ വാഷിംഗ്ടൺ റഷ്യയുടെ വ്യാപാര സൈനിക ബന്ധങ്ങളിൽ ഇടപെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് അല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ മറ്റ് ഇന്ത്യൻ നേതാക്കളോ ഇത്തരമൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ലാവ്റോവ് കൂട്ടിച്ചേർത്തു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള കരാറുകൾ അപകടത്തിലായെന്ന് കരുതുന്നില്ലെന്നും ലാവ്റോവ് പറഞ്ഞു. റഷ്യൻ പാർലമെന്റായ സ്റ്റേറ്റ് ഡൂമയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉപരോധങ്ങളും തീരുവ ഭീഷണികളും വഴി ആഗോള സാമ്പത്തിക ആധിപത്യം ഉറപ്പിക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്നും ലാവ്റോവ് കുറ്റപ്പെടുത്തി. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ ചട്ടക്കൂട് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി US നിന്ന്, പ്രത്യേകിച്ച് വെനുസിലയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യ വാങ്ങുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഏപ്രിൽ മാസത്തിലെ ഓർഡറുകൾ ഇന്ത്യയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണ കമ്പനികൾ സ്വീകരിച്ചിട്ടില്ല. നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം കർശന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യക്ക് മേൽ അധിക നികുതി ചുമത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.